ലാസ്റ്റ് ക്ലാസ്സിൽ കാർഡൻസ് മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. മെത്തേഡ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർഡൻസ് മെത്തേഡ് എന്ന് പറഞ്ഞത് ഒരു ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അതായത് ax³ + 3bx² + 3cx പ്ലസ് d = 0 എന്ന് പറയുന്ന ഒരു ക്യൂബിക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിനെ z = ax + b എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ x = b minus x = z minus b by a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ഇക്വേഷൻ എന്താക്കി മാറ്റും? z³ + 3hz + g = 0 എന്ന് പറയുന്ന വേറൊരു ക്യൂബിക് ഇക്വേഷനിലേക്ക് റെഡ്യൂസ് ചെയ്യും അല്ലേ. അത് ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അപ്പോൾ അതായത് സെക്കൻഡ് ടേം റിമൂവ് ചെയ്തിട്ടുള്ള ക്യൂബിക് ഇക്വേഷൻ അല്ലേ. നമ്മളിതിനു മുമ്പ് പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ടേം റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു രീതിയിൽ ചെയ്താലും മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് z = ax + b അല്ലെങ്കിൽ x = z minus b by a. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യൂബിക് ഇക്വേഷൻ കിട്ടും. ഇതിനാണ് നമ്മൾ എന്ത് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. z എന്തെടുക്കുന്നത്, m⁻⁴ + n⁻⁴ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്നെ കുറേ അത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ അകത്ത് റെഡ്യൂസ് ചെയ്തെടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ m and n are solutions of the equation t² plus gt minus h³ = 0. നമ്മൾ റെഡ്യൂസ് ചെയ്തെടുത്ത കാര്യമാണ്. അതായത് z = m⁻⁴ plus n⁻⁴ എന്ന് എടുത്തു കഴിഞ്ഞാൽ m and n are solution of the equation t² plus gt minus h³ = 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടീൻ്റെ വാല്യൂസ്, രണ്ട് വാല്യൂസ് കിട്ടും. അതായത് രണ്ട് വാല്യൂസ് എന്ന് പറയുന്നത് 1/2 × -g പ്ലസ് √g² plus 4h³ പിന്നെ കിട്ടുക 1/2 × -g minus √g² plus 4h³ അങ്ങനെ രണ്ട് വാല്യൂസ് കിട്ടും. അപ്പം എമ്മും എന്നും ആണ് ഇതിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒന്ന് m ആയിരിക്കും. അപ്പോൾ ഇത് m ആണ്, ഇത് മറ്റേത് n. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂസ് കിട്ടും. ദെൻ z എന്ന് പറയുന്നത് എന്താ, m⁻⁴ plus n⁻⁴ ആണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക, എമ്മോ എന്നും കിട്ടിയാൽ m⁻⁴ കാണണം. m⁻⁴ എങ്ങനെയാണ് കാണുക, അതായത് ഇതിൻ്റെ നമുക്ക് ഇതാണല്ലോ m, അതിൻ്റെ ⁻⁴ ആണ്. അതായത് 1/2 of -g plus √g² plus 4h³. ഓക്കെ, ഇതിൻ്റെ ക്യൂബ് റൂട്ടാണ് അല്ലേ. ക്യൂബ് റൂട്ടാണ് എന്ത് m⁻⁴ എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്, അതെങ്ങനെയാണ് കാണുക, അത് കാണുന്നതെന്ന് വെച്ചാൽ ഈ ഒരു നമ്പർ, ഇത് നമുക്കൊരു നമ്പറാണ് കിട്ടുക. ആ നമ്പറിൻ്റെ ഒരു ക്യൂബ് റൂട്ട് q ആണെങ്കിൽ m⁻⁴ 3 വാല്യൂ ഉണ്ടാവുക. ആ ബാക്കി 3 വാല്യൂസ് എന്ന് പറയുന്നത് ഒരു റൂട്ട് q ആണെങ്കിൽ ബാക്കി രണ്ടെണ്ണം എന്ന് പറയുന്നത് qω-യും qω² ആണ്. where omega is the imaginary cube root of unity. ഓക്കെ, അപ്പം ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒമേഗ എന്ന് പറയുന്നത് 1-ൻ്റെ യൂണിറ്റിൻ്റെ ക്യൂബ് റൂട്ടാണ്. അതായത് ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 3 എണ്ണം ഉണ്ടാവും. അതിൽ 1-ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് 1 ആണ്, പിന്നെ ഒന്നുള്ളത് ω². അതിൽ ഒമേഗ എന്ന് പറയുന്നത് ഇമാജിനറി ക്യൂബ് റൂട്ടാണ്. അതിനൊരു വാല്യൂ ഉണ്ട്, അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒമേഗേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 plus √3i/2 ആണ്.
ഓക്കെ, ഇതിൻ്റെ ക്യൂബ് എടുത്താൽ നമുക്ക് 1 കിട്ടുക, അതായത് ഒമേഗ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 -√3i/2 ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓൾറെഡി കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 1ൻ്റെ ക്യൂബ് റൂട്ട്, ഓക്കെ, അതാണ് 1 ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 നമ്പേഴ്സ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. സോ അങ്ങനെയാണെങ്കിൽ ക്യൂ ആണ് ഈ m⁻⁴ ഒരു വാല്യൂ ക്യൂ ആണെങ്കിൽ ബാക്കി 2 വാല്യൂ എന്ന് പറയുന്നത് ക്യൂ ഒമേഗ സ്ക്വയർ ആയിരിക്കും. അതുപോലെ അപ്പോൾ n⁻⁴ വാല്യൂ എന്തായിരിക്കും വരിക? n⁻⁴ വാല്യൂ നമ്മൾ m⁻⁴ വാല്യൂ എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് m⁻⁴ അതായത് m⁻⁴ ഇൻറ്റു n⁻⁴ ഈക്വൽ ടു -h ആയതുകൊണ്ട് n⁻⁴ ഈക്വൽ ടു -h/m⁻⁴ കിട്ടും. അപ്പോൾ n⁻⁴ കറസ്പോണ്ടിങ് വാല്യൂസ്, അതായത് m⁻⁴ ഈക്വൽ ടു ക്യൂ ആവുമ്പോൾ n⁻⁴ എന്ന് പറയുന്നത് എന്ത് കിട്ടും? -h/q കിട്ടും. അന്നേരം സെഡിൻ്റെ വാല്യൂ എന്ത് കിട്ടും? സെഡ് എന്ന് പറഞ്ഞാൽ m⁻⁴ പ്ലസ് n⁻⁴ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു q -h/q എന്ന് കിട്ടും. ഓക്കെ, ഇനി m⁻⁴ ഈക്വൽ ടു q ഒമേഗ ആകുമ്പോൾ n⁻⁴ വാല്യൂ എന്ന് പറയുന്നത് -h/m⁻⁴ q ഒമേഗയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി ഒമേഗ ക്യൂബ് കൊണ്ട് ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഒമേഗ ക്യൂബിൻ്റെ വാല്യൂ 1 ആണ്. സോ ഇന്ന് എഴുതും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ക്യൂബിൽ നിന്ന് ക്യാൻസൽ ചെയ്തായ -h/q ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അന്നേരം സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെഡ് ഈക്വൽ ടു m⁻⁴ പ്ലസ് n⁻⁴ ഈക്വൽ ടു q ഒമേഗ മൈനസ് h/q ഒമേഗ സ്ക്വയർ. അടുത്തത് m⁻⁴ ഈക്വൽ ടു q ഒമേഗ സ്ക്വയർ ആവുമ്പോൾ n⁻⁴ വാല്യൂ എന്ന് പറഞ്ഞാൽ -h/q ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വാല്യൂ കാണുക, ഒമേഗ ക്യൂബ് 1ന് ഒമേഗ ക്യൂബ് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഒമേഗ ക്യൂബ് സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഒമേഗ മാത്രം. അപ്പം -h/q ഒമേഗയാവും. അപ്പം m⁻⁴ വാല്യൂ q ഒമേഗ സ്ക്വയർ, n⁻⁴ വാല്യൂ -h/q ഒമേഗ. അപ്പം സെഡിൻ്റെ വാല്യൂ എന്ത് കിട്ടും നമുക്ക്? m⁻⁴ പ്ലസ് n⁻⁴ ഈക്വൽ ടു എന്താ കിട്ടുക? q ഒമേഗ സ്ക്വയർ -h/q ഒമേഗ എന്ന് കിട്ടും. ഓക്കെ, 3 വാല്യൂസ് ഏതൊക്കെയാണ്? ഇതൊന്ന്, ഇത് രണ്ടാമത്തെ വാല്യൂ, ഇത് മൂന്നാമത്തെ വാല്യൂ. ഇതാണ് സെഡിൻ്റെ വാല്യൂ. ഓക്കെ, ക്യൂബ് റൂട്ടല്ലേ, അപ്പോൾ സെഡിന് 3 റൂട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് ഈ ഇക്വേഷൻ്റെ റൂട്ട് 3 നമുക്ക് കിട്ടും. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എക്സ് എങ്ങനെ കാണാം? ഇതിൻ്റെ റൂട്ട് ഇതാണ് ചോദിച്ചതെങ്കിൽ എക്സ് എങ്ങനെ കാണും? z-b/a കണ്ടിട്ട് എക്സിൻ്റെ വാല്യൂ കാണും. ഇതാണ് മെത്തേഡ്, കാർഡൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് 2 ടൈപ്പ് പ്രോബ്ലമാണ് ചോദിക്കാറുള്ളത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ solved by
So question, solve by Cardan's method. X cube minus 9x plus 28 equal to 0. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി റെഡ്യൂസ് ചെയ്ത ഫോമിൽ തന്നെയാണ് ഇക്വേഷൻ തന്നിട്ടുള്ളത് അല്ലേ. അത് സെക്കൻഡ് ടേം ഇല്ലാത്ത ക്യൂബിക് ഇക്വേഷൻ തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇവിടെ റെഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സെഡ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിനെ റെഡ്യൂസ് ചെയ്യണമായിരുന്നു. ഇനിയിപ്പോൾ എന്ത് വേണ്ട, ആ ഒരു സ്റ്റെപ്പ് ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, സെഡ് ക്യൂബ് മൈനസ് 9z പ്ലസ് 28 ഈക്വൽ ടു 0 എന്നുള്ളത്. ഓക്കെ, ദെൻ അപ്പം ഇതിൽ ക്ലിയർ ആണല്ലോ. അതായത് ഓൾറെഡി റെഡ്യൂസ് ചെയ്ത ഫോമിൽ തന്നെ തന്നുകൊണ്ട് നമുക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള സെഡ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് മെത്തേഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ സെഡിൽ ചെയ്തത് ശീലിച്ചത് കൊണ്ട് വേണമെങ്കിൽ ഇവിടെ ഇതിനെ സെഡിലേക്ക് മാറ്റാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് സെഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സെഡ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. ഓക്കെ ആണല്ലോ, കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അപ്പം നമ്മളിവിടെ നമുക്ക് സെഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും സൊല്യൂഷൻ. ഇനി ഇതിൽ അപ്പം മെത്തേഡ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. മെത്തേഡ് പറയുന്നത് സോ ബൈ കാർഡൻസ് മെത്തേഡ് ഇതിന് ഇക്വേഷൻ ഞാൻ ഇത് രണ്ടും സെയിം ആണ്. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുകയാണ്. സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 1 ആർ z equal to m raised to 1 by 3 plus n raised to 1 by 3 where m and n are roots of the equation. ആ ഇക്വേഷൻ ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ കാർഡൻസ് മെത്തേഡ് നമ്മൾ ചെയ്ത പോലെ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, m and n are root of the equation t square minus t square plus gt minus h cube equal to 0. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ കാർഡൻസ് മെത്തേഡ് ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നതെന്നുള്ളത്. അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മെത്തേഡിലുള്ള ഫോം ഓർമ്മ വേണം. അതായത് സെഡ് ക്യൂബ് പ്ലസ് 3hz പ്ലസ് ജി ഈക്വൽ ടു 0. ഇതാണ് ജനറൽ ഫോം. അപ്പോൾ എച്ചും ജിയും എന്താണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, എച്ചും ജിയും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടുന്ന് എച്ച് എന്താ, എച്ച് വരിക 3h എന്ന് പറഞ്ഞാൽ -9 ആണ്. അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ -3 ആണ്. ആൻഡ് ജി ഈസ് ഈക്വൽ ടു 28. ആ വാല്യൂ നമുക്ക് എഴുതാൻ അറിയണം. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ എന്ത് വരും, ടി സ്ക്വയർ പ്ലസ് 28t മൈനസ് 3 ഓക്കെ മൈനസ് എച്ച് ക്യൂബ് ആണ്. അപ്പം -3 ക്യൂബ് ഈക്വൽ ടു 0. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഫസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന ഫോം ഇതല്ലേ, സെഡ് ക്യൂബ് പ്ലസ് 3hz പ്ലസ് ജി ഈക്വൽ ടു 0. നമ്മൾ ആ കാർഡൻസ് മെത്തേഡ് ഇല്ലേ, മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തതിലുണ്ട്. ഇതാണ് ഞാൻ ഇതവിടെ പറഞ്ഞില്ലേ, ഇതല്ലേ. ആദ്യം നമ്മൾ ഈ ഒരു ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം
ഈ ഒരു ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതായത് സെറ്റ് ക്യൂ പ്ലസ് 3h പ്ലസ് ജി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷനാണ് സെറ്റ് ഈക്വൽ ടു m⁻⁴ പ്ലസ് n⁻⁴, വേർ m ആൻഡ് n ആർ ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ t² പ്ലസ് gt മൈനസ് h³ ഈക്വൽ ടു 0. ഇത് നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇതിങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞ്. അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആണോ? അത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതുപോലെ ഇവിടെ വന്ന ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അതേ ഫോമിൽ തന്നിട്ടുണ്ട് അല്ലേ. സെറ്റ് ക്യൂബ് സെക്കൻഡ് ടേം ഇല്ലാത്ത ഫോമിൽ തന്നെ തന്നുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ സെറ്റ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരാഞ്ഞത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തത് കൊണ്ട് ഞാൻ അത് സെറ്റിലേക്ക് കൺവേർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു സെറ്റ് തന്നെയാണ് കൊടുത്തത്. സെറ്റ് ക്യൂബ് മൈനസ് 9z പ്ലസ് 28 ഈക്വൽ ടു 0. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുക, ഈ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പം 3h ഈക്വൽ ടു -9 ആണ്. അപ്പോൾ h ഈക്വൽ ടു എന്ത് വരും, -3 വരും. ആൻഡ് g ഈക്വൽ ടു 28 കിട്ടും. ക്ലിയർ അല്ലേ? അപ്പം ഈ t² പ്ലസ് gt മൈനസ് h³ എന്ന് പറയുന്ന ഇക്വേഷൻ t² പ്ലസ് 28t മൈനസ് 3 ഹോൾ ക്യൂബ് കിട്ടും. അതായത് ഈ ഇക്വേഷൻ എന്താ അപ്പോൾ വരിക, t² പ്ലസ് 28t മിസ് അതില് t² പ്ലസ് ആ gt മൈനസ് h³ എന്ന് പറയുന്ന ഇക്വേഷൻ അതിൽ t ജനറൽ ആയിട്ട് കൊടുക്കുന്ന അല്ല, ഈ ഇക്വേഷനാണ്. അത് നമ്മൾ രാവിലെ പറഞ്ഞ ക്ലാസ്സിലുണ്ട്. അത് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും അതെങ്ങനെ ആ ഇക്വേഷൻ എങ്ങനെ കിട്ടുന്നുള്ളത്. ഓക്കെ, അതിന്റെ ഡെറിവേഷൻ അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലത്തിലൊന്നും ആവശ്യമില്ല അല്ലേ? ഡെറിവേഷൻ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇനി ഇത് ഡയറക്റ്റ് ഓർമ്മ വരുന്നില്ലെങ്കിൽ അത് ഡെറിവേഷൻ ചെയ്തെടുക്കേണ്ടി വരും, എങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ, അല്ലെ ഈ ഡയറക്റ്റ് എച്ചിന്റെയും ജിന്റെയും വാല്യൂ കണ്ടിട്ട് ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി, നമുക്ക് ഈ ഇക്വേഷനേ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇനിയിപ്പം -3 ക്യൂബ് എന്ന് പറഞ്ഞാൽ -27 വരിക. അപ്പം -27 പ്ലസ് 27 ഈക്വൽ ടു 0. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. അപ്പോൾ എമ്മും എന്നും ഈ ഇക്വേഷൻ്റെ റൂട്ടാണെന്നാണ് നമുക്കറിയാവുന്നത്. അപ്പം നമ്മൾ എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ ഇവിടെ എന്ത് ചെയ്യുക, ടീൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതായത് ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാം. -28 പ്ലസ് ഓർ മൈനസ് റൂട്ട് b², 28² മൈനസ് 4ac, 4 ഇൻറ്റു 27 ഇൻറ്റു a ഇൻറ്റു ബൈ 2a. 2a എന്ന് പറയുന്നത് ഇവിടെ 1 ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം m എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഇവിടുന്ന് എമ്മിൻ്റെ വാല്യൂ കിട്ടിയാൽ മതി. എമ്മിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടുക, ഞാൻ കാൽക്കുലേഷൻ പറയുന്നില്ല, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമല്ലോ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കിട്ടുക -1 ഓർ -27 ആണ് കിട്ടുക. ഓക്കെ, ടീൻ്റെ വാല്യൂ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എം എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. സോ ഞാൻ എം ഈക്വൽ ടു -1 ആൻഡ് എൻ ഈക്വൽ ടു എന്തെടുക്കാം, -27 എന്ന് എടുക്കാം. ശരിക്കും നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക, ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം എം ഈക്വൽ ടു -1 ആണെങ്കിൽ നമുക്കറിയാം m⁻⁴ എന്ന് പറയുന്നത് എന്താ, ഇതിൻ്റെ -1ൻ്റെ ക്യൂബ് റൂട്ടാണ്. ഓക്കെ, അപ്പം -1ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ, നമ്മളെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ -1ൻ്റെ ഒരു ക്യൂബ് റൂട്ട് -1 അല്ലേ. അപ്പം നമുക്ക് നോക്കിയാൽ -1 ക്യൂബ് എടുത്താൽ എന്താ കിട്ടുക, -1 അല്ലേ കിട്ടുക അല്ലേ. അപ്പം -1ൻ്റെ ഒരു ക്യൂബ് റൂട്ട് എന്താ, -1 ആണ്. അപ്പോൾ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 2 എന്ന് പറയും, ബാക്കിയുള്ളത് അതായത് മെത്തേഡ് ക്ലിയർ ആക്കും. ഒരു ക്യൂബ് റൂട്ട് ക്യൂ ആണെങ്കിൽ അതർ 2 എന്ന് പറയുന്നത് ക്യൂ ഒമേഗയും ക്യൂ ഒമേഗ² ആണ്. അപ്പോൾ ഒന്ന് -1 ആണെങ്കിൽ അടുത്തത് -1 ഇൻറ്റു ഒമേഗയും നെക്സ്റ്റ് വൺ -1 ഇൻറ്റു ഒമേഗ². ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ
നമ്മൾ ഒരു നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് കാണുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ -1 പ്ലസ് √3i/2 ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ -1 മൈനസ് √3i/2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ കിട്ടും. ദിസ് ഈക്വൽ ടു ഒന്നും കൂടി എഴുതിയാൽ ആണെങ്കിൽ -1 മൈനസ് ഒമേഗ സ്ക്വയർ. നെക്സ്റ്റ് അപ്പം എമ്മിൻ്റെ വാല്യൂ കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്താ? n⁻⁴ വാല്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു m⁻⁴ വാല്യൂ വെച്ചിട്ടാണ്, അതായത് -h/, അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. -h/ എന്തായിരുന്നു, സോറി, n⁻⁴ കറസ്പോണ്ടിങ് വാല്യൂസ് അത് -1 q -h/q, പിന്നെ ഒമേഗ q മൈനസ് സോറി n⁻⁴ വാല്യൂ എന്ന് പറയുന്നത് -h/q, പിന്നെ -h/q ഒമേഗ സ്ക്വയർ, പിന്നെ -h/q ഒമേഗ. ഓക്കെ, ഇതാണ് കറസ്പോണ്ടിങ് വാല്യൂസ്. അപ്പോൾ ഇവിടെ q എന്ന് പറയുന്നത് എന്താ? -1 ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവണേ. q എന്ന് പറയുന്നത് ഇവിടെ -1 ആണ്. -h എന്തായിരുന്നു? മുകളിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ. h ഈക്വൽ ടു -3 ആണ്. അപ്പോൾ -h എന്ന് പറഞ്ഞാൽ 3. അപ്പം 3/-1 പിന്നെ ഇവിടെ എന്താ വരിക? 3/-1 ഇൻറ്റു ഒമേഗ സ്ക്വയർ, 3/-1 ഇൻറ്റു ഒമേഗ, അതായത് എന്ത് കിട്ടും? -3 ഒമേഗ സ്ക്വയർ -3 ഒമേഗ കിട്ടും. ഓക്കെ, ആക്ച്വലി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമുക്കിവിടെ -27 ആണ് n അല്ലേ? n ഈക്വൽ ടു -27 ആണ്. അപ്പോൾ അതിൻ്റെ ക്യൂബ് റൂട്ട് നമ്മൾ ശരിക്കും എങ്ങനെ കാണുക? -27ൻ്റെ ഒരു ക്യൂബ് റൂട്ട് -3 ആണ് അല്ലേ? അപ്പോൾ ബാക്കിയുള്ള രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ -3 ഒമേഗയും -3 ഒമേഗ സ്ക്വയറും വരും. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. പക്ഷേ ഡയറക്റ്റ് നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് m⁻⁴ കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ളത് കിട്ടൂല. ഓക്കെ, ആ ഐഡിയ മനസ്സിലായ? അതായത് ഇവിടെ m⁻⁴ വാല്യൂ -1 ആവുമ്പം അതിന് കറസ്പോണ്ടിങ് ആയ n⁻⁴ വാല്യൂ -3യും m⁻⁴ വാല്യൂ -ω വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് -3 ഒമേഗ സ്ക്വയറും m⁻⁴ വാല്യൂ -ω സ്ക്വയർ വരുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള n⁻⁴ വാല്യൂ -3 ഒമേഗയാണ്. അതായത് കറസ്പോണ്ടിങ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെഡിൻ്റെ വാല്യൂ കറക്റ്റ് കിട്ടുള്ളൂ. ഇത് ഓർഡർ മാറിക്കഴിഞ്ഞാൽ സെഡിൻ്റെ വാല്യൂ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാഞ്ഞത്. നമ്മൾ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓർഡറിലാണ് വരിക. പക്ഷേ ഇത് നമ്മൾക്ക് കിട്ടേണ്ട ഓർഡർ അല്ല. ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യരുത്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതും സെയിം തന്നെ വരും, പക്ഷേ ഓർഡർ മാറിപ്പോവും. അപ്പം ശ്രദ്ധിക്കേണ്ടത് m⁻⁴ കറസ്പോണ്ടിങ് ആയിട്ടുള്ള n⁻⁴ വാല്യൂ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇനി അപ്പോൾ m⁻⁴ n⁻⁴ വാല്യൂ നമുക്ക് കിട്ടി. ദെൻ ദ വാല്യൂ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സെഡിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, സോ സെഡ് എന്ന് പറയുന്നത് m⁻⁴ പ്ലസ് n⁻⁴ ആണ്. അപ്പോൾ അത് മൂന്നും കണ്ടുപിടിക്കണം. 3 വാല്യൂ ഉണ്ടാവുക. അത് മൂന്നും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് വാല്യൂസ് തന്നെ എടുക്കണം. ഓക്കെ, അപ്പം m⁻⁴ -1ഉം n⁻⁴ -3യും. അപ്പോൾ എന്ത് വരും? -1 പ്ലസ് -3 ദാറ്റ് ഈസ് ഈക്വൽ ടു -4. ഓക്കെ, ഒരു റൂട്ട് -4 ആണ്. പിന്നെ നെക്സ്റ്റ് വാല്യൂ സെഡ് ഈക്വൽ ടു ഇത് തന്നെ ഏതാ വരിക?
എം റേസ് ടു 1/3ൻ്റെ മൈനസ് ഒമേഗ വരുമ്പോൾ മൈനസ് ഒമേഗ പ്ലസ് മൈനസ് 3 ഒമേഗ സ്ക്വയർ. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒമേഗക്ക് അതിൻ്റെ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഒമേഗ ഈക്വൽ ടു -1 പ്ലസ് √3i/2 ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 √3i/2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഒമേഗ വരുമ്പോൾ എന്താ വരിക? -1 പ്ലസ് √3i/2 പ്ലസ് -3 ഇൻറ്റു -1 മൈനസ് √3i/2. ഇത് നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1/2 കോമൺ ആണ് അല്ലേ, എല്ലാത്തിലും ഉള്ളതുകൊണ്ട് 1/2 പുറത്തേക്ക് എടുക്കുക. അപ്പോൾ വരെ -1 ഇൻറ്റു -1 1 മൈനസ് √3i പ്ലസ് -1 പ്ലസ് 3 പിന്നെ മൈനസ് ഇൻറ്റു പ്ലസ്, അപ്പം പ്ലസ് 3√3i എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ടൈംസ് 1 പ്ലസ് 3 4 ആണ്, മൈനസ് √3i പ്ലസ് 3√3i ആണ്. അപ്പം പ്ലസ് 2√3i എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 2 ചെയ്താൽ ഇസ് ഈക്വൽ ടു 2 പ്ലസ് √3i. ഓക്കെ, അപ്പം സെഡിൻ്റെ രണ്ടാമത്തെ റൂട്ട് എന്ന് പറഞ്ഞത് 2 പ്ലസ് √3i ആണ്. ഇനി അടുത്ത റൂട്ട് കണ്ടുപിടിക്കേണ്ടത് നെക്സ്റ്റ് രണ്ടെണ്ണം കിട്ടിയത്. മൂന്നാമത്തത് സെഡ് എം റേസ് ടു 1/3ൻ്റെ വാല്യൂ ഇതാണ്. ഓക്കെ, മൈനസ് ഒമേഗ സ്ക്വയർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എൻ റേസ് ടു 1/3ൻ്റെ വാല്യൂ -3 ഒമേഗയാണ്. അപ്പോൾ എന്ത് വരും? മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് -3 ഒമേഗ. അതും ഇതുപോലെ ഒമേഗ സ്ക്വയറിനും ഒമേഗക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, കിട്ടുന്ന വാല്യൂ 2 മൈനസ് √3i ആണ്. പക്ഷേ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒരു കാര്യം യൂസ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാം. അതായത് 2 റൂട്ട് കിട്ടിയല്ലേ, -4ഉം ഒരു റൂട്ട് 2 പ്ലസ് √3i ആന്ന് കിട്ടി. അപ്പോൾ എന്തായാലും 2 പ്ലസ് √3i റൂട്ടാണെങ്കിൽ നമുക്ക് എന്തറിയാം 2 മൈനസ് √3i. അതായത് ഒരു കോംപ്ലക്സ് നമ്പർ റൂട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്തായാലും റൂട്ടായിരിക്കും എന്നുള്ള റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പ്ലസ് √3iൻ്റെ കോഞ്ചുഗേറ്റ് ആണ് 2 മൈനസ് √3i. അപ്പോൾ ഇത് റൂട്ടാണെങ്കിൽ എന്തായാലും ഇതും റൂട്ടായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ദ തേർഡ് റൂട്ട് ഈസ് 2 മൈനസ് √3i എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ 2 മൈനസ് √3i എന്ന് കിട്ടും. അപ്പം 3 വാല്യൂസ് കിട്ടി. ഏതൊക്കെയാ? ദസ് ദ റൂട്ട്സ് -4, 2 പ്ലസ് √3i ആൻഡ് 2 മൈനസ് √3. ഓക്കെ, ഇങ്ങനെയാണ് കാർഡൻസ് മെത്തേഡ്. ഇങ്ങനെ ഇത് യൂസ് ചെയ്തിട്ടാണ് കാർഡൻസ് മെത്തേഡ്, ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ക്യൂബിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മെത്തേഡ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈ ടൈപ്പ് തന്നെ ഇനി ഞാൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വേറൊരു ടൈപ്പിൽ വരുന്നത് question. Find to 5 decimal place of the real root of x cube
plus 29x minus 97 equal to 0. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടി വരാറുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെയിം കാർഡൻസ് മെത്തേഡ് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അഗെയിൻ ഇവിടെ തന്ന ഇക്വേഷൻ എന്താ, നമുക്ക് റെഡ്യൂസ്ഡ് ചെയ്ത ഫോം തന്നെയുള്ളത് അല്ലേ. അതായത് എക്സ് ക്യൂബ് പ്ലസ് 29x മൈനസ് 97 ഈക്വൽ ടു 0 ഫോമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. സെറ്റ് ക്യൂബ് പ്ലസ് 29 സെറ്റ് മൈനസ് 97 ഈക്വൽ ടു 0. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അതായത് ലെറ്റ് സെറ്റ് ഈക്വൽ ടു m raised to 1 by 3 plus n raised to 1 by 3 where m and n are roots of the equation ഇതാ t square t square plus gt minus h equal to 0. മൈനസ് എച്ച് ക്യൂബാണ്, മൈനസ് എച്ച് ക്യൂബ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ജിയും എച്ചും എന്താ വരുമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോം ഓർമ്മ വേണം. ഇതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താ, ഇതിൻ്റെ ജനറൽ ഫോം സെറ്റ് ക്യൂബ് പ്ലസ് 3h സെഡ് പ്ലസ് ജി ഈക്വൽ ടു 0. ഓക്കെ, അപ്പം 3h ഈക്വൽ ടു ഇവിടെ എന്താ, 3h ഈക്വൽ ടു 29 ആണ്. അപ്പോൾ h ഈക്വൽ ടു 29 by 3. ഇനി നെക്സ്റ്റ് എന്തായിരുന്നു, ജി ഈക്വൽ ടു മൈനസ് 97. ഓക്കെ, സോ ഇക്വേഷൻ എന്താവുക, ടി സ്ക്വയർ പ്ലസ് മൈനസ് 97. അപ്പം മൈനസ് 97 ടി മൈനസ് എച്ച് ക്യൂബ്, അപ്പം മൈനസ് 29 by 3 ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് ഇക്വേഷൻ വരും. ഇനി ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാലാണ് നമുക്ക് എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം റൂട്ട് കണ്ടുപിടിക്കാൻ implies t equal to minus 97, minus of minus 97. അപ്പോൾ 97 plus or minus root b square എന്ന് പറഞ്ഞാൽ minus 97 square minus 4ac വരുമ്പോൾ പ്ലസ് 4 ഇൻറ്റു 29 by 3. മിസ്റ്റർ അവിടെ ക്യൂബ് കൊടുക്കണ്ടേ? വേണം സോറി, ക്യൂബ്. ഓക്കെ, 29 by 3 ക്യൂബ്. അപ്പം 4 അപ്പോൾ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ പ്ലസ് 4ac വരുമ്പോൾ ഇവിടെ 29 by 3 വരും, 3 ക്യൂബ് വരും കേട്ടോ ഉള്ളിൽ ബൈ 2. എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു എക്സ്പ്രഷനാണ് വരിക. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ വാല്യൂ വരുന്നത് 105 പോയിൻ്റൊക്കെ വരും കേട്ടോ. 55739 or minus 8.55739. അപ്പം 5 ഡെസിമൽ പോയിൻ്റ് എന്ന് ആൻസറിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് കൊണ്ട് ഇത് എഴുതുമ്പോൾ 5 ഡെസിമൽ പോയിൻ്റ് കറക്റ്റ് എഴുതണം കേട്ടോ. അപ്പോൾ ഈ ടീൻ്റെ വാല്യൂ ഇങ്ങനെ വരിക. ഇനി ഇതിൽ ഡയറക്റ്റ് ചെയ്താൽ മതി. അപ്പം എം എന്ന് പറഞ്ഞത് ഒന്നെടുക്കുക, എൻ എന്ന് പറഞ്ഞാൽ അടുത്ത വാല്യൂ എടുക്കുക. ഓക്കെ, സോ എം ഈക്വൽ ടു 105.55739 എടുക്കുക ആൻഡ് n ഈക്വൽ ടു മൈനസ് 8.55739. അപ്പോൾ m raised to 1 by 3 ഇതും കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. നമുക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻ ഫൈൻഡ് എ റിയൽ റൂട്ടാണ്, ഒരു റിയൽ റൂട്ടാണ് കാണേണ്ടത്. അപ്പം 3 റൂട്ട് മുതൽ കാണുന്നില്ല, ആദ്യത്തെ ഫസ്റ്റ് കിട്ടുന്ന റിയൽ റൂട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി.
അപ്പോൾ m⁻⁴ ഇതിൻ്റെ ക്യൂബ് റൂട്ട് കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്താൽ മതി. ഇതിൻ്റെ ക്യൂബ് റൂട്ട് നോക്കുമ്പോൾ 4.72 എന്ന് കിട്ടും. ആൻഡ് n⁻⁴ വാല്യൂ കിട്ടുക -2.0451. ഓക്കെ, ഡയറക്റ്റ് m⁻⁴ n⁻⁴ കാണാം. Therefore z-ൻ്റെ വാല്യൂ z ഈക്വൽ ടു m⁻⁴ പ്ലസ് n⁻⁴ ഈക്വൽ ടു ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ നിങ്ങൾക്ക് വാല്യൂ 2.68061 5 ഡിജിറ്റ് വരെ എഴുതണം. അപ്പോൾ ഇതിൽ ബാക്കി രണ്ട് റൂട്ടും കാണേണ്ട കാര്യമില്ല, കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചത് റിയൽ റൂട്ട് കാണാൻ മാത്രമാണ്. അപ്പോൾ ആദ്യത്തെ ആ റിയൽ റൂട്ട് മാത്രം കണ്ടുവച്ചാൽ മതി. ഓക്കെ, ബാക്കിയുള്ളത് കാണണ്ട. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഈ മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റേതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാണ്. ഡയറക്റ്റ് ആദ്യം എമ്മും എന്നും റൂട്ടായിട്ട് വരുന്ന ഇക്വേഷൻ കാണുക. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് എമ്മും എന്നും കാണാം. എന്നിട്ട് m⁻⁴ n⁻⁴ കണ്ട് സെഡിൻ്റെ വാല്യൂ റിയൽ വാല്യൂ കാണും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സെയിം തന്നെ. ഫൈൻഡ് 5 decimal places of decimals the real root of x cube plus 6x square plus 27x minus 26 equal to 0. Okay. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നേരത്തെ നിന്നും വ്യത്യസ്തമായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇത് റെഡ്യൂസ്ഡ് ഫോമിലല്ല തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതിനെ റെഡ്യൂസ് ചെയ്ത് സെക്കൻഡ് ടേം ഇല്ലാത്ത, അതായത് എക്സ് സ്ക്വയറിൻ്റെ ടേം ഇല്ലാത്ത ഒരു ക്യൂബിക് ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതിന് ഞാൻ മെത്തേഡ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് z ഈക്വൽ ടു ax പ്ലസ് ബി ആണ്. ഓക്കെ, അപ്പം ax പ്ലസ് ബി എന്ന് പറഞ്ഞാൽ a എന്താണ് b എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് അത് ചെയ്യുമ്പോൾ നമുക്ക് ആ ജനറൽ ഫോം കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവണം. ax ക്യൂബ് പ്ലസ് 3bx സ്ക്വയർ പ്ലസ് 3cx മൈനസ് പ്ലസ് d ഈക്വൽ ടു 0ന് z ഈക്വൽ ടു ax പ്ലസ് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ x ഈക്വൽ ടു z മൈനസ് ബി ബൈ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിനെങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത്. z ക്യൂബ് പ്ലസ് 3hz പ്ലസ് g ഈക്വൽ ടു 0യിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കൃത്യമായിട്ട് ഈ ഫോമാറ്റ് ഓർമ്മയുണ്ടാവണം. അല്ലാതെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ, അത് മീൻസ് തിയറി ഓഫ് ഇക്വേഷൻ 1ൽ നമ്മൾ വേറൊരു മെത്തേഡ് ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ടേം റിമൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബൈ ഡിമിനിഷിങ് ദ റൂട്ട് ബൈ മൈനസ് ബി ബൈ എ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അത് ഓർത്തിട്ട് അങ്ങനെ ചെയ്താലും മതി. അതായത് ഡിമിനിഷ് ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ ബൈ മൈനസ് ബി ബൈ എ. ഓർമ്മയുണ്ടോയെന്നും അറിയില്ല. മൈനസ് ബി ബൈ എ എന്ന് കണ്ടാൽ നിങ്ങൾക്ക് -2 ഇവിടെ കിട്ടും. അപ്പം -2 ഡിമിനിഷ് ദ റൂട്ട് ബൈ -2 എന്ന് പറഞ്ഞിട്ട് ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഈ ഒരു ഫോമിലേക്ക് ഇക്വേഷൻ മാറിക്കിട്ടും. അത് ഓർമ്മയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം z ഈക്വൽ ടു എക്സ് പ്ലസ് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പം z ഈക്വൽ ടു എക്സ് പ്ലസ് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പം ഇവിടെ എ എന്താണ് ബി എന്താ വരിക എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 1ഉം ഈ ഇക്വേഷൻ നമ്പർ 2ഉം ജസ്റ്റ് കമ്പയർ ചെയ്യുക. അപ്പോൾ എ ഈക്വൽ ടു എന്ത് കിട്ടും? കമ്പയർ ചെയ്താൽ എ ഈക്വൽ ടു 1 കിട്ടും.
3b ഈക്വൽ ടു 6 ആണെന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് b ഈക്വൽ ടു 6/3 ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടേ? സെഡ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? സെഡ് മൈനസ് 2/a, അതായത് സെഡ് മൈനസ് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 1 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ സെഡ് മൈനസ് 2 substituting x equal to z minus 2 in equation 1, and that we get z minus 2 whole cube plus 6 into z minus 2 whole square plus 27 z minus 2 minus 26 equal to 0. ഓക്കെ, അപ്പം ശരിക്കും ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ചെയ്ത 2 ക്വസ്റ്റ്യനിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാകാൻ കാരണം ഓൾറെഡി നമുക്ക് റെഡ്യൂസ് ചെയ്ത ഫോമിൽ തന്നതുകൊണ്ടാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ റെഡ്യൂസ് ചെയ്ത ഫോം അല്ല തന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ്ഡ് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. ഓക്കെ, ദെൻ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ ഞാൻ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതുവാണ്. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് എക്സ്പാൻഡ് ചെയ്യുക. സെഡ് മൈനസ് 2 ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്യുക, സെഡ് മൈനസ് 2 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് കറസ്പോണ്ടിങ് ടേംസും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെഡ് ക്യൂബ് പ്ലസ് 15 സെഡ് മൈനസ് 64 ഈക്വൽ ടു 0. നിങ്ങളത് ചെയ്യണേ, ഞാൻ ഡയറക്റ്റ് പറയാണ്, ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇവിടെ സ്റ്റെപ്പ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റെഡ്യൂസ്ഡ് ഫോം കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പോൾ റെഡ്യൂസ്ഡ് ഫോം കിട്ടിയാൽ എച്ചും ജിയും കാണാം. അപ്പോൾ എച്ചും ജിയും കാണുമ്പോൾ അതിൻ്റെ ജനറൽ ഫോം എഴുതാം. സെഡ് ക്യൂബ് പ്ലസ് 3h സെഡ് പ്ലസ് ജി ഈക്വൽ ടു 0 എന്ന് വരും. അപ്പം 3h ഈക്വൽ ടു 15 ആണ്, ഇംപ്ലൈസ് h ഈക്വൽ ടു 5 അല്ലേ, ആൻഡ് ജി ഈക്വൽ ടു മൈനസ് 64. ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കാണാൻ? നേരത്തെ ചെയ്ത പോലെ തന്നെ ലെറ്റ് z ഈക്വൽ ടു m റേസ് ടു 1/3 പ്ലസ് n റേസ് ടു 1/3 be the roots of the equation. ഇത് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. ഇതിൻ്റെ റൂട്ടാണ് ഇക്വേഷൻ 2 വേർ m and n are root of the equation ഏതിൻ്റെയാ? ടി സ്ക്വയർ പ്ലസ് ജി ടി മൈനസ് എച്ച് ക്യൂബ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അത് ഇക്വേഷൻ കണ്ടുപിടിക്കുക. ദാറ്റ് ഇംപ്ലൈസ് ടി സ്ക്വയർ എന്തായിരുന്നു? ടി സ്ക്വയർ പ്ലസ് ജി ടി എന്ന് പറയുമ്പോൾ മൈനസ് 64t മൈനസ് എച്ച് ക്യൂബ് എന്ന് പറയുമ്പോൾ എച്ച് 5 ആണ്, മൈനസ് 125 എന്ന് വരും. ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ എമ്മിൻ്റെയും എന്നിൻ്റെയും വാല്യൂ കിട്ടും. ദാറ്റ് സോ ദിസ് ഇംപ്ലൈസ് ടി ഈക്വൽ ടു 64 മൈനസ് ഓഫ് മൈനസ് 64 ആണ്, പ്ലസ് ഓർ മൈനസ് റൂട്ട് 64 minus 64 square plus 4 into 125 divided by 2 എന്ന് കിട്ടും. ഓക്കെ, അതിനെ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടുന്നത് ഞാൻ ഡയറക്റ്റ് വാല്യൂ എഴുതുവാണേ. ടി ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടുക 65.89690 and other value is minus 1.89690. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഒരു വാല്യൂ എം എടുക്കുക. സോ എം ഈക്വൽ ടു 65.89690 ആൻഡ് എൻ ഈക്വൽ ടു മൈനസ് 1.89690. ഇനി ഇത് വെച്ചിട്ട് എം റേസ് ടു 1/3 എൻ റേസ് ടു 1/3 കാണാം. ഇവിടെയും ഒരു റിയൽ റൂട്ട് മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് വാല്യൂ മാത്രം കണ്ടാൽ മതി.
ഓക്കെ. ബാക്കി 3 ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 3 എണ്ണം വരും. ബാക്കി 2 ക്യൂബ് റൂട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ m raised to 1/3 കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. 4.03913 ആൻഡ് n raised to 1/3 ഈക്വൽ ടു -1.23788 ഇങ്ങനെ കിട്ടും. ഓക്കെ ആണല്ലോ. ദെൻ therefore z ഈക്വൽ ടു എന്താ m raised to 1/3 പ്ലസ് n raised to 1/3 ഈക്വൽ ടു 4.03913 പ്ലസ് -1.23788. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു അത് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടുക 2.80125 കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് സെഡിൻ്റെ വാല്യൂ കിട്ടി 2.80125. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതിവിടെ തീർന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടിയത് സെഡാണ്, സെഡിൻ്റെ വാല്യൂ ആണ്. സോ സെഡ് എന്ന് പറയുന്നത് നമ്മൾ റെഡ്യൂസ് ചെയ്തെടുത്ത ഇക്വേഷൻ 2ൻ്റെ സൊല്യൂഷനാണ് അല്ലേ. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് സെഡ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. റൈറ്റ്. അപ്പോൾ നമുക്കതെങ്ങനെ കിട്ടിയേ? സെഡ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു സെഡ് മൈനസ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് റെഡ്യൂസ്ഡ് ഇക്വേഷൻ കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ, സെഡിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി. നമുക്ക് കിട്ടേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എക്സ് എങ്ങനെ നമുക്ക് കാണാം? അതും കൂടി കണ്ടുവച്ചാൽ മാത്രമേ ഇവിടെ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. സോ എക്സ് ഈക്വൽ ടു സെഡ് മൈനസ് 2 ആണ്. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞാൽ ദിസ് വൺ 2.80125 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.80125. സോ ഇതാണ് ഈ എക്സ് ഈക്വൽ ടു 80125 എന്നുള്ളതാണ് നമുക്ക് തന്ന ഇക്വേഷൻ്റെ റൂട്ട്. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കണം, നേരത്തെ 2 എക്സാമ്പിളിൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഓൾറെഡി റെഡ്യൂസ് ചെയ്ത ഇക്വേഷൻ തന്നെയായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനൊന്നും നടത്തിയില്ല. അപ്പം നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയത് കറക്റ്റ് തന്ന ഇക്വേഷൻ്റെ റൂട്ട് തന്നെയായിരുന്നു. ഇതിൽ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടാണ് പിന്നെ ചെയ്തത്. അപ്പോൾ റെഡ്യൂസ് ചെയ്യുമ്പം എക്സ് ഈക്വൽ ടു സെഡ് മൈനസ് 2 എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ സെഡ് ഈക്വൽ ടു m raised to 1/3 പ്ലസ് n raised to 1/3 എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ സെഡിൻ്റെ വാല്യൂ ആണ്. ദെൻ എക്സിൻ്റെ വാല്യൂ കാണാൻ എക്സ് ഈക്വൽ ടു സെഡ് മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 0.80125 കിട്ടും. ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് മെത്തേഡിൽ 3 റൂട്ടും കൂടി കണ്ടുപിടിക്കുന്നില്ല. ഇത് റിയൽ റൂട്ട് ചോദിച്ചതുകൊണ്ടാണ് ഫസ്റ്റ് റൂട്ട് മാത്രം കണ്ടത്. സോൾവ് എന്നോ അല്ലെങ്കിൽ ഫൈൻഡ് ഓൾ സൊല്യൂഷൻസ് എന്നൊക്കെ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ 3 റൂട്ടും കാണണം. ഓക്കെ. അപ്പോൾ അവിടെയും നമുക്ക് റെഡ്യൂസ് ചെയ്യാത്ത ഇക്വേഷനാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇക്വേഷനെ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ റെഡ്യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടായിരിക്കുമല്ലോ റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ചെയ്ത് അതിന് ശേഷം നമ്മൾ സെഡിൻ്റെ 3 വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അത് യൂസ് ചെയ്ത് ഈ എക്സിൻ്റെ 3 വാല്യൂവും കണ്ടുപിടിക്കേണ്ടി വരും. ഫസ്റ്റ് മെത്തേഡാണ് പറയുന്നത്. 3 വാല്യൂ കണ്ടുപിടിച്ചാൽ, അതായത് റെഡ്യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഒരു റൂട്ട് മാത്രം ആയതുകൊണ്ട് ഒരു റൂട്ട് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഓക്കെ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു.